ജയശങ്കർ, മൊയിൻ ഹാജി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. മുസ്ലിം ലീഗിന് എത്ര സീറ്റ് ചോദിക്കണം, അതായത് 2-ൽ കൂടുതൽ സീറ്റ് ചോദിക്കണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഖണ്ഡിതമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു തീരുമാനമില്ല. ചോദിച്ചാൽ കിട്ടും എന്ന ആത്മവിശ്വാസം പങ്കുവെക്കുന്നതല്ലാതെ അത് ചോദിക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ അവരെത്തിയിട്ടില്ല. താങ്കൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? പതിവ് പോലെ 3 ചോദിച്ച് ലീഗ് പിൻവാങ്ങി UDFിൻ്റെ വിജയത്തിനു വേണ്ടി മൊയിൻ ഹാജി പറഞ്ഞതുപോലെ 20 സീറ്റിലും വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമോ? അതല്ല, ചോദിച്ച 3 അല്ലെങ്കിൽ 3-ൽ കൂടുതൽ വാങ്ങിച്ച് മത്സര രംഗത്തേക്ക് പോകുമോ? താങ്കൾ എങ്ങനെ കാണുന്നു ഈ രാഷ്ട്രീയ സാഹചര്യം? അല്ല, ഇത് ഗാട്ടാഗുസ്തി അല്ലല്ലോ, തെരഞ്ഞെടുപ്പല്ലേ. ഒരു ഘടകകക്ഷി വേറൊരു ഘടകകക്ഷിയെ മലത്തിയടിക്കാനോ കുത്തിന് പിടിച്ച് സീറ്റ് മേടിക്കാനോ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല പോകുന്നത്. അങ്ങനെ ഒരു വിലപേശലിന് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ അറിവും ലോകപരിചയവുമുള്ള ആളുകളാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാർ. അതുകൊണ്ടാണല്ലോ ആ പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മറ്റു ചില സംഘടനകളുടെ പോലെ, ചില പാർട്ടികളുടെ പോലെ അതിങ്ങനെ ബോൺസായി പോലെ ആയിപ്പോയത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാർ കാലാകാലങ്ങളിൽ, അത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണെങ്കിലും CH മുഹമ്മദ് കോയ ആണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും ഒക്കെ അവർ യാഥാർത്ഥ്യബോധത്തോടുകൂടിയ ഒരു സമീപനമാണ് പുലർത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ബാബറി മസ്ജിദ് പൊളിഞ്ഞപ്പോൾ പല ആളുകളും ആവശ്യപ്പെട്ടില്ലേ, മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം, ഇപ്പം തന്നെ മുന്നണി വിട്ടു വരണം എന്നാവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് പോയില്ല. കാരണം മുസ്ലിം ലീഗുകാർക്കറിയാം മുന്നണിയിൽ തുടരുന്നതാണ് സമുദായത്തിൻ്റെയും പാർട്ടിയുടെയും നന്മയ്ക്ക് ഉതകുന്നത് എന്ന തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ മുസ്ലിം ലീഗിന് വേണ്ടി 3ാമൊരു സീറ്റ് വേണമെന്ന് യൂത്ത് ലീഗുകാർ ആവശ്യപ്പെട്ട്. ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിന് കാസർഗോഡ് സീറ്റ് കൊടുത്തതാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗിന് കാസർഗോഡ് സീറ്റ് വേണ്ട, കാരണം കാസർഗോഡ് മുസ്ലിം ലീഗ് മത്സരിച്ചാൽ അത് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കിടയാക്കും. അവിടെ ഇപ്പോൾ തന്നെ സാമുദായിക സംഘർഷമുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് വേണ്ട. കൊടുത്ത സീറ്റ് തിരിച്ചു കൊടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കാരണം അതിൻ്റെ നേതാക്കന്മാർക്ക് വിവേകമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കിട്ടിയാൽ പുളിക്കും എന്നുള്ളതുകൊണ്ടല്ല. പുളിയല്ല സീറ്റ്. പക്ഷെ ചില താൽക്കാലികമായ ലാഭങ്ങളുടെ പുറകിൽ അതിഭയങ്കരമായ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് എന്ന് ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഈ നാട്ടിൽ ഒരു നിലനിൽപ്പുള്ളത്. ഒരു വർഗീയ പാർട്ടിയാണെന്ന് ആളുകൾ പറയാത്തത്. അതൊരു സാമുദായിക പാർട്ടിയായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെയും അതിന് കടന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കാത്തതുകൊണ്ടാണ്. ശ്രീ ജയശങ്കർ, എങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ 3ാമതൊരു സീറ്റ് അല്ലെങ്കിൽ 3-ൽ കൂടുതൽ സീറ്റ് എന്നുള്ളത് ഒരു അതിര് കടന്ന അവകാശവാദമാകുന്നത്? കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി CPM തന്നെയാണ്. പിന്നെ കോൺഗ്രസ്, 3ാമതായി മുസ്ലിം ലീഗ് തന്നെയായിരിക്കണമല്ലോ. ഇടതുമുന്നണിയിൽ CPI 4 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ UDFിൽ മുസ്ലിം ലീഗിന് അതിനേക്കാൾ കൂടുതൽ സീറ്റിന് അർഹതയില്ലേ? അതെങ്ങനെയാണ് ഒരു അതിര് കടന്ന അവകാശവാദമോ ആഗ്രഹമോ ആകുന്നത്? ഇടതു മുന്നണിയിൽ CPIക്ക് 4 സീറ്റ് കിട്ടുന്നതുകൊണ്ട് മുസ്ലിം ലീഗിന് വലതു മുന്നണിയിൽ 5 സീറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണിത്? ഇതെന്ത് ന്യായമാണ്? നിങ്ങൾ എന്ത് തേങ്ങാക്കുറി നോക്കിയിട്ടാണ് ചർച്ച നടത്തുന്നത്? സുഹൃത്തെ, കഴുത്തിലൊരു ടൈ കെട്ടിയിട്ട് നോക്കി ഇങ്ങനെയുള്ള അസംബന്ധം ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആരും തന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഹെൻറി 8-ാമൻ 6 തവണ കല്യാണം കഴിച്ചുകൊണ്ട് ഹെൻറി 16-ാമൻ 12 തവണ കല്യാണം കഴിക്കുന്ന ഒരു ന്യായമല്ലേ അത്? ഇടതു മുന്നണിയിലെ സെറ്റപ്പ് അല്ല UDFിലുള്ളത്. UDFിൽ മുസ്ലിം ലീഗ് 2 സീറ്റിൽ മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസ് 3 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനൊക്കെ വേറെ പല യുക്തികളുമുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇങ്ങനെയൊന്നും അല്ല ചർച്ച നടത്തേണ്ടത്. ഇത് എഞ്ചുപടി വച്ചിട്ടല്ല കണക്ക്. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ 2 കൂട്ടിയാൽ ചിലപ്പോൾ 4 ആവും, ചിലപ്പോൾ 3 ആകും, ചിലപ്പോൾ 5 ആകും. അതൊക്കെ അറിയാവുന്ന ആളുകളാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ടാണ്. ശ്രീ ജയശങ്കർ, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ശാക്തിക ബലാബലം നോക്കിയാൽ, അംഗബലം നോക്കിയാൽ, പഞ്ചായത്തുകളിൽ, പ്രാദേശിക ഭരണ സംവിധാനങ്ങളിൽ അവർക്കുള്ള അംഗബലമൊക്കെ നോക്കിയാൽ തീർച്ചയായും മുസ്ലിം ലീഗ് തന്നെയാണ് 3ാമത്തെ രാഷ്ട്രീയ കക്ഷി. അത് ലീഗുകാർ അവകാശപ്പെടുന്നുണ്ട്. അതാണ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പരിഗണനാ വിഷയമായി വരുന്നതെങ്കിൽ അതിൽ മുസ്ലിം ലീഗിന് കൂടുതൽ അവകാശവാദത്തിന് സാധ്യതയില്ലേ? ആ ശക്തിക്ക് അനുസരിച്ച് അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. CPIയേക്കാൾ എന്തായാലും വലിയ രാഷ്ട്രീയ കക്ഷി തന്നെയാണല്ലോ മുസ്ലിം ലീഗ്. CPIക്ക് ഇടതുമുന്നണിയിൽ ലഭിക്കുന്ന പ്രാതിനിധ്യം അതേപോലെ ലഭിക്കണമെന്നല്ല. അത്രയെങ്കിലും ലഭിക്കാൻ അവർക്ക് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയില്ലേ? CPI മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു സന്തുലനം അല്ലല്ലോ ഇവിടെ നമ്മൾ നോക്കുന്നത്. നമ്മളെന്താ നോക്കുന്നത്? ഐക്യജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ള ശക്തിയെക്കുറിച്ച്, അതിൻ്റെ പ്രാബല്യത്തെക്കുറിച്ച്, അതിൻ്റെ ആൾബലത്തെക്കുറിച്ച് അത് അറിയാത്ത ആളുകളാണോ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാർ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു? മുസ്ലിം ലീഗ് പാർട്ടിയെ നയിക്കുന്ന ആളുകൾ വെറും കിഴങ്ങന്മാരാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്? എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാർ ബുദ്ധിയും വിവേകവും ഉള്ളവരാണ്.
ആ പാർട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്കറിയാം. അവരതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് UDF അത് ചർച്ച ചെയ്യും. ഞാൻ കരുതുന്നില്ല മുസ്ലിം ലീഗ് പാർട്ടി ഈ സന്ദർഭത്തിൽ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കും എന്ന്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം, മുസ്ലിം ലീഗ് മൂന്നാമത് ഒരു അംഗത്വം ചോദിച്ചാൽ കോൺഗ്രസിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രാതിനിധ്യം കുറക്കേണ്ടി വരും. അപ്പോൾ കോൺഗ്രസിലുള്ള മുസ്ലിങ്ങൾ അവർക്കുള്ള അവസരം നഷ്ടപ്പെടും. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല, ഈ നാട്ടിൽ വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ താടിക്ക് തീ പിടിക്കുമ്പോൾ ബീഡി കത്തിക്കാൻ നോക്കരുത്. ഇതാണ് ഇതിലെ പ്രധാന വിഷയം. സാമുദായിക ധ്രുവീകരണം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഇനി മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനം വാങ്ങിച്ച പോലെ മൂന്നാമതൊരു സീറ്റ് ചോദിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതറിയാവുന്നതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിക്കാത്തത്, അതുകൊണ്ടാണ് മജീദ് ചോദിക്കാത്തത്. അത് മനസ്സിലായില്ലേ? അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഈ പല സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഓരോ പാർട്ടിയും ചോദിക്കുന്നത്. അതിലാണ് മുസ്ലിം ലീഗിന് ഒരു സീറ്റല്ല 2 സീറ്റ് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെയുള്ള ബലം ആ പാർട്ടിക്കൂട്ടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. മുസ്ലിം ലീഗ് മത്സരിച്ചാൽ ഒരുപക്ഷെ ജയിക്കുകയും ചെയ്യും. വയനാട് തന്നെ വേണമെന്നില്ല. മുസ്ലിം ലീഗ് ചോദിക്കാത്തത് അവർക്ക് അതിനുള്ള രാഷ്ട്രീയ വിവേകം ഉള്ളത് കൊണ്ടാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ